ഇതിപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായോ? വേറെ ഒന്നുമില്ല, ടർബോ ഫെയിലായതാണ്. ടർബോ ഫെയിലായിട്ട് ടർബോയുടെ ലൂബ്രിക്കേഷന് വേണ്ടി വരുന്ന ഓയിൽ ഡയറക്റ്റ് എക്സോസ്റ്റിൽ കൂടെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ ടർബോ അയച്ചിട്ടുണ്ട്, അതിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ടർബോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീല് നല്ല രീതിയിൽ പ്ലേ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പ്ലേ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അനങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇത്ര അനക്കം വരാൻ പാടില്ല. ഇത് തന്നെ ഓയിൽ ലീക്കിന് വലിയൊരു കാരണമാണ്. നല്ല രീതിയിൽ ഓയിൽ ലീക്കാവും. പക്ഷേ ഇത് മാത്രമല്ല, വേറൊരു കാരണം കൂടെ ഉണ്ട്. അതാണ് മെയിൻ കംപ്ലയിൻറ്റ്. അതായത് ഈ ഒരു സൈഡിൽ ഇതാണ് മെയിനായിട്ട്. അപ്പുറത്തെ വീലിൽ കറക്കുന്ന വീൽ ഇതാണ്. എക്സോസ്റ്റ് ഗ്യാസ് കയറി വരുന്ന ഈ ഒരു സെക്ഷനിലുള്ള ഒരു വീൽ ഒടിഞ്ഞു പോയി. അപ്പോൾ ഇത് ഒടിഞ്ഞു പോയതുകൊണ്ട് തന്നെ വരുന്ന ഓയിൽ അവിടെ നിന്ന് നിൽക്കത്തില്ല, ഡയറക്റ്റായിട്ട് നേരെ എക്സോസ്റ്റിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ എക്സോസ്റ്റിൽ കൂടെ ആ ഓയിൽ വരുന്നതുകൊണ്ടാണ് ആ സ്മോക്ക് ഉണ്ടാകുന്നത്. കാരണം സൈലൻസർ ചൂടാകുമ്പോൾ ഓയിൽ കത്തിയിട്ട് അങ്ങനെയാണ് സ്മോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമല്ല, എഞ്ചിനുമായിട്ടൊന്നും വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ടർബോ ഫെയിലായതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ടർബോ നല്ലൊരു പണി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ടർബോ മാറ്റി വെക്കണം, പുതിയ ടർബോ മേടിച്ച് വെക്കണം. ഇനി അതല്ലെങ്കിൽ ടർബോയുടെ കോർ മാറി വെക്കാം. 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ടർബോയുടെ കോർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം. ഇപ്പോൾ ഇത് ചേഞ്ച് ചെയ്ത കോറാണ്, പഴയ കോറാണ്. മറ്റേ ടർബോ നമ്മൾ കോറ് മാറി സെറ്റ് ചെയ്തു ഓൾറെഡി. അപ്പോൾ ഈ വീലാണ് ഒടിഞ്ഞിരിക്കുന്നത്, കണ്ടോ. ഇതിപ്പോൾ 2 സെക്ഷനിലാണ്. 2 സെക്ഷനിൽ 2 വീലും ഉണ്ട്. കംപ്രസർ സെക്ഷൻ, ടർബൈൻ സെക്ഷനും ഉണ്ട്. ഇതാണ് കംപ്രസർ സെക്ഷനിലെ വീല്. അപ്പോൾ ഈ 2 വീല് ഒരു ഒറ്റ ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു വീല് കറങ്ങുമ്പോൾ മറ്റേ വീലും അതേ സ്പീഡിൽ തന്നെ കറങ്ങണം. 2 വീലും ഒരേ സ്പീഡിൽ കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബെയറിംഗ് ഉണ്ട്. ആ ബെയറിങ്ങിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടി ഇതാണ് അതിൻ്റെ ഹോള്. ഈ ഹോൾ വഴി ഓയിലെത്തും. ഇപ്പോൾ ഈ വീൽ ഒടിഞ്ഞുകൊണ്ട് അവിടെ ഗ്യാപ്പായി ആ ഓയിൽ നേരെ എക്സോസ്റ്റിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ അതാണ് സംഭവിച്ചത്. ഇതിപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് ഈ എക്തിയോസ് ഡീസൽ വണ്ടികൾക്ക് ഓയിൽ കുറയുന്നൊരു ഇത് കാണാറുണ്ട്. ഓയിൽ കുറയുന്നൊരു സിറ്റുവേഷൻ കാണാറുണ്ട്, അവസ്ഥ വരാറുണ്ട് എഞ്ചിന്. അപ്പോൾ അതായിരിക്കാം, എന്താണെന്ന് അറിയില്ല. അങ്ങനെ ലൂബ്രിക്കേഷൻ വരാതെ ടർബോ ഓവർ റൈസ് ആയപ്പോൾ പോയതാണോ എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ കാണുന്നത് ഒരു ഫോണിൻ്റെ ടർബോ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ വർക്കിംഗ് കാണിക്കാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വർക്കിംഗ്. ഓപ്പോസിറ്റ് വീല് കറങ്ങുമ്പോൾ ഇപ്പോഴത്തെ വീലും കറങ്ങണം, അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങിയില്ലെങ്കിൽ വണ്ടിക്ക് കാര്യമായിട്ട് പവറും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. വെറുതെ ഡ്രൈവ് ചെയ്യാം, അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ടർബോ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.